ഏറ്റവും സഹായ മനസ്സുള്ള ജില്ലക്കാരാരാണ്? അതാണ് നമ്മുടെ ഇന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. ഏറ്റവും സഹായ മനസ്സുള്ള ജില്ലക്കാരാരാണെന്ന് തോന്നിയിരിക്കുന്നത്? എറണാകുളം. അത് എറണാകുളംകാരായതുകൊണ്ടാണ്. അതെ, എനിക്ക് എറണാകുളംകാരെയല്ലേ കൂടുതൽ അറിയാം. എന്നാലും ഇവിടുത്തെ ഉള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ആൾക്കാരാ തോന്നിയിട്ടുണ്ടോ? അതിനെന്തെങ്കിലും അനുഭവം പറയാവോ? അനുഭവം എനിക്ക് അങ്ങനെ ഇല്ല, എന്നാലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഇവിടെ ഉള്ളവരാന്ന് തോന്നുന്നു. അത് കണ്ടുപിടിച്ചില്ല ആയിരിക്കും. അങ്ങനെയല്ല, പിന്നെ നമ്മള് എല്ലാവരും സഞ്ചരിക്കുന്ന ആൾക്കാരാ. അപ്പോൾ കൂടുതൽ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലക്കാരാന്ന്. നമ്മൾ എവിടെ പെട്ട് കഴിഞ്ഞാൽ സഹായിക്കുന്ന ഒരു മനസ്സുള്ള ആൾക്കാർ കണ്ണൂർ ജില്ലക്കാർ. പിന്നെ അത്ര എല്ലാ അനുഭവമുണ്ട്, കുറേ അനുഭവങ്ങൾ. അങ്ങനെയാണ്, നമ്മളെല്ലാവരും സഹായിക്കാറുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ട്, വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അനുഭവം ഉണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെയല്ല, നമ്മളിപ്പോൾ രാത്രി കാലങ്ങളിൽ പെട്ടുപോയില്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, അപ്പോൾ അവർക്ക് കഴിയുന്ന പരമാവധി അവരെ ഹെൽപ്പാക്കും. നമുക്ക് എവിടെയാണ് പോകേണ്ടത്, നമുക്ക് എന്താ ചെയ്തു തരേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മളോട് അതന്നെ ബാക്കിയുള്ള ആൾക്കാർ എന്താ പറയുക, അവരെ പാട്ടിനങ്ങ് പോകും. പെട്ടെന്ന് പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരെ മറുപടി പറഞ്ഞിട്ട് അവരങ്ങ് പോകും. അല്ലാണ്ട് സഹായിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല. അത് കണ്ണൂർ ജില്ലക്കാർക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നിയേക്കുന്നത്, ഞാൻ പഠിച്ചത് കണ്ണൂരാണ്. എനിക്കപ്പോ കണ്ണൂർ സൈഡ് കൂടുതൽ ഇഷ്ടം. എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടി സ്നേഹം കൂടുതലാണെന്ന് തോന്നാറുണ്ട് കണ്ണൂർക്കാർക്ക്. ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. കുറച്ചും കൂടി ഒരു സ്നേഹം കൂടുതൽ തോന്നിയിട്ടുണ്ട്. മീൻസ് എറണാകുളത്ത് പഠിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോ കുറച്ചും കൂടി അവര് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് തോന്നുന്നത്? എറണാകുളം തോന്നിക്കുന്നത് ഭയങ്കര, ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം ഞാനിവിടെ ജനിച്ച് വളർന്നേക്കൊണ്ട് എനിക്ക് ഇവിടെയാണ് തോന്നിക്കുന്നത്. ഭയങ്കര സഹായം ചെയ്യും, എന്ത് ചോദിച്ചാലും ഹെൽപ്പ് ചെയ്യുന്നു. ഏത് രാത്രിയാണെങ്കിലും നമുക്ക് രാത്രിയാണെങ്കിലും എന്ത് ചോദിച്ചാലും ചെയ്തു. പൊതുവെ മലയാളീസ് എല്ലാവരും ഹെൽപ്പ് ചെയ്യില്ല. ഞാൻ വർക്ക് ചെയ്യുന്നത് UK-ലാണ്. അപ്പൊ നമുക്കിപ്പോ അവിടെ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടായിട്ട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവര് ജസ്റ്റ് ഒന്നും ഹെൽപ്പ് ചെയ്യില്ല നമ്മള്. പക്ഷെ മലയാളീസ് പൊതുവെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞാൻ കൂടുതൽ പറയാൻ കാര്യം, എനിക്ക് കുറച്ചൊരു ഡിഫറൻസ്, കുറച്ച് സ്നേഹം കൂടുതലായിട്ട് കാണിക്കുന്ന പോലെ കണ്ണൂരുകാർ തോന്നിയിട്ടുണ്ട്. ജില്ല എനിക്കറിയില്ല, എല്ലാ ജില്ലയിലും ആൾക്കാരുണ്ടാവല്ലോ സഹായ മനസ്കമായിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര നല്ല ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുള്ള ജില്ല ഇതാണെന്ന്? അത് ഓരോ ജില്ലക്കാരും ട്രീറ്റ് ചെയ്യുന്ന രീതി അറിയാം. ഇപ്പൊ തൃശ്ശൂർ ചെന്നാല്, അല്ല ആലപ്പുഴ ചെന്ന് കഴിഞ്ഞാൽ അവർ ഫുഡായിരിക്കും ട്രീറ്റ് ചെയ്യാം. തൃശ്ശൂർ ചെന്നാൽ ചിലപ്പോൾ ഒരു മദ്യമായിരിക്കും വെച്ച് വിളമ്പുന്നത്. അപ്പോൾ മദ്യം നമുക്ക് പൊട്ടയാണ്. അപ്പോൾ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി പൊട്ടയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ജില്ലക്കാരും ട്രീറ്റ് ചെയ്യുന്ന രീതികൾ വേറെയാണ്. ഇപ്പം ഒരാവശ്യം വന്ന് നമ്മൾ ചെന്ന് ചോദിച്ചാൽ നമ്മളോട് റൂഡ്, അത് ജില്ലാ ബേസിൽ എനിക്ക് പറയാൻ പറ്റില്ല. അത് ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇല്ല, എനിക്ക് കിട്ടിയില്ല. കോഴിക്കോട്, കണ്ണൂർ. അത് നിങ്ങൾ കണ്ണൂർ, കോഴിക്കോട് അങ്ങനെയാണോ? അത് ഞാൻ അവിടെ കണ്ണൂരിന്നാണോ? ഞാൻ എന്റെ ഫ്രണ്ട്സ് അത്യാവശ്യം കോഴിക്കോട് നിന്നുള്ള, കണ്ണൂർ നിന്നേക്കാളും നല്ല ഫ്രണ്ട്സ് എനിക്ക് കോഴിക്കോട്. അങ്ങനെ കോഴിക്കോട് ഭയങ്കര ഹെൽപ്പ്, അവിടെ ചെന്നപ്പോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. കണ്ണൂർ മോശമില്ല, കോഴിക്കോടത്തെ ആൾക്കാർ നല്ലതാ. നമ്മളവിടെ പോകുമ്പോൾ എന്നാലും കണ്ണൂർ എന്ന് പറയാൻ റീസൺ അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ വേറെ റീസൺ, പെർട്ടിക്കുലർ റീസൺ ഒന്നുമില്ല. വേറെ പ്രത്യേകിച്ച് അവിടുത്തെ ആൾക്കാർ നല്ലതാ. കൊല്ലം. എന്താ കൊല്ലംകാരാണ്. പക്ഷെ കൊല്ലത്താണല്ലോ നമ്മൾ ഈ അടുത്ത് കൊറേ അടിപിടി ജ്യൂസ് ഒക്കെ കണ്ടായിരുന്നല്ലോ. എല്ലായിടത്തും ഉള്ളതാണ്. ചിലയിടത്ത് പുറത്തു വരും, ചിലയിടത്ത് പുറത്തു വരും. അത്രേ ഉള്ളൂ. എന്താ കൊല്ലക്കാര് ഭയങ്കര സഹായ മനസ്സാന്ന് പറയാനുള്ള കാരണം? എങ്ങനെ നമ്മളെ കണ്ടുവേണം, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ സഹായിക്കുന്നുണ്ട്. അവർക്ക് ഒത്തിരി പേര് സഹായം, അല്ല നമ്മുടെ ഗാന്ധി ഭവനൊക്കെ നമ്മളവിടെ ഉണ്ട്. നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് അങ്ങനെ തോന്നാറുള്ളൂ. നമ്മൾ സഹായിച്ചിട്ടുണ്ട് ആരോടെ. ഇപ്പോൾ നമ്മൾ വരുന്ന വഴി കുറേ പേര് അല്ലാതെ ഫുഡ് വലിയ നമ്മൾ കാണുന്നവർക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താ പറയാൻ കാരണം? തീർച്ചയായും അത് തന്നെയാണ് ഉള്ളത്. ബാക്കിയുള്ള നാട്ടുകാർ
ബാക്കിയുള്ള നാട് ഇതുള്ളതെന്നാണ് പറയുന്നത്. എല്ലാവരും സഹായം ചെയ്യുന്നവർ തന്നെയാണ് സഹായിക്കാറുണ്ട് എല്ലാ നാട്ടുകാരും. അത് മറ്റു കൊല്ലം മാത്രം പോയി പറഞ്ഞില്ല, നാട്ടുകാരോട് പറഞ്ഞില്ല, എല്ലാ സഹായമുള്ളവരാണ്. നമ്മുടെ നാട്ടുകാരായിട്ടൊന്ന് പറഞ്ഞ് കൊല്ലമുണ്ട്. ഈ കൊല്ലംകാരെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഇടിയാന്നൊക്കെ പറഞ്ഞ ശരിയാണോ? കൊല്ലം കണ്ടായില്ല വേണ്ട. ശരിയാണോ അത്? ഇപ്പോൾ കുട്ടിയോട് എന്തെങ്കിലും പറയാൻ കുട്ടിയെ തിരിച്ചടിക്കും, അതാകുമ്പോൾ ആരായാലും അടിക്കും. ഇപ്പൊ കൊല്ലത്തെ കാര്യം ആവണമെന്നില്ല, എല്ലാ സോഷ്യൽ മീഡിയ കുറെ പേര് കൊല്ലാന്ന് പറയും. ഇപ്പൊ എന്ത് വന്നാലും കൊല്ലം. പിന്നെ ലേസിന് എല്ലാവരും എല്ലാവരും ഒരേ ചിന്താഗതി ഒരേ കാണിക്കില്ല, അത് മാറി വരും. അത്രേ ഉള്ളൂ. കണ്ണൂരാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഞാൻ കോഴിക്കോട് വിട്ട് ഇപ്പൊ പഠിക്കാൻ പോയത് കണ്ണൂരായതുകൊണ്ട് അടുത്ത ആൾക്കാർ കുറച്ചുകൂടി നല്ല ഫ്രണ്ട്ലിയാണ്. നല്ലോണം കൂടുതൽ ആൾക്കാർ ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെക്കാളും പോയി എന്താ ഹെൽപ്പ് ചോദിച്ചാൽ അപ്പം തന്നെ എന്തും ഓക്കെ ഇവിടെ ഉണ്ട് മോനെ, അങ്ങനെ ഒരു അപ്രോച്ച് ഉള്ളത് കൊണ്ട് വളരെ നല്ലതായിട്ട്. സ്വന്തം വീട്ടിലത്തെ പയ്യൻ എന്നുള്ള രീതിയിലാണ് അത് കൂടുതൽ എല്ലാ ആൾക്കാരും മീൻസ് ക്ലാസ്സിലെ കുട്ടികളെ പാരന്റ്സ് ആയാലും നല്ല അപ്രോച്ചാണ്. കണ്ണൂരാണ് കുറച്ചുകൂടി നല്ല സഹായം. എന്താ തൃശ്ശൂർ എന്ന് പറയാൻ? സ്വന്തം നാട് തൃശ്ശൂരാണോ? ഭയങ്കര ഫ്രണ്ട്ലി അവരെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്ത് സഹായം ചെയ്താലും ചോദിച്ചാലും അപ്പൊ തന്നെ റെഡി ആയിരിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഭയങ്കര ഒരു സ്വന്തം വീട്ടിലെ ആൾക്കാരോട് സംസാരിക്കുന്നത് അങ്ങനത്തെ ഒരു ഫീലാണ്. അപ്പൊ എത്ര വർഷം നിന്നിട്ടുണ്ട് അവിടെ? ഇല്ല, ഞാൻ നേരത്തെ വർക്ക് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യുന്നിടത്തുണ്ട്. 1 ഇയറോളം എനിക്കറിയാം. അറിയാം. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.